ജനുവരി മാസം 11-ാം തീയതി മുതൽക്ക് 17-ാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്കാണ് വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത്. 17-ാം തീയതി വരെ അത്ര അനുകൂലമല്ല. എന്നാൽ 17-ാം തീയതിക്ക് ശേഷമാണ് അവർക്ക് പഠന സംബന്ധമായിട്ടുള്ള, അതുപോലെ തന്നെ പരിശീലനം നടത്തുന്നവരാണെങ്കിൽ അവർക്ക് എഴുത്ത് പരീക്ഷ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയും അനുകൂലമായിട്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമാകും. എന്നാൽ 17-ാം തീയതി മുതൽക്കാണ് അത് അനുകൂലമാകാനുള്ള ഒരു സാധ്യതയുള്ളത്. സാമ്പത്തികമായിട്ട് ചെറിയ ലാഭങ്ങൾ ഉണ്ടാകും. മുൻപുണ്ടായിരുന്ന വരുത്തിവെച്ച ചില നഷ്ടങ്ങൾ കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാലമാണ്. ആരോഗ്യപരമായിട്ട് പോയ വാരത്തിനേക്കാൾ കുറച്ചുകൂടെ ഉത്കണ്ഠയും മറ്റും കുറഞ്ഞ് ഒരു സ്വസ്ഥത ലഭിക്കുന്ന കാലമാണ്. മറ്റ് രോഗങ്ങളൊന്നും വരാനുള്ള സാഹചര്യം കാണുന്നില്ല. കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിൽ വാക്കിന് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. വാക്കുകൊണ്ടുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഹനുമാനെ ഭജിക്കുക, ഹനുമാൻ ചാലീസ ജപിക്കുന്നത്, അത് ദിവസേന ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചൊവ്വയെ പ്രാർത്ഥിക്കുക, കുജായ നമഃ എന്ന് സ്വയം ജപിക്കാം. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി കുജന് പ്രത്യേകമായിട്ടും മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും വേണം കുജന് പ്രത്യേകമായിട്ടും പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് നടത്തുന്നത് നല്ലതാണ്. ഇവരെ കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോപം നിയന്ത്രിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അതൊരു പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ആഴ്ചയുടെ മധ്യത്തിൽ 14-ാം തീയതി, ജനുവരി 14-ാം തീയതി മകരസംക്രമമാണ്. ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ്. ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ്. അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ആ ഉത്തരായന കാലം ആകുന്ന 6 മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം 14-ാം തീയതി. ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരും ഈ 33 കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ആ ഉത്തരായന കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും. നമുക്കറിയാം, സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായന കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത്. ഈ കാലം നമുക്ക് ഈശ്വര ഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം. അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.